sickness. Break the bread, drink the wine. Come sup with me. Break the bread, drink the wine. Come sup with me. ബലിവേദി മുന്നിൽ നിൽക്കാം, കരയേതും നീക്കി നിൽക്കാം. ബലിവേദി മുന്നിൽ നിൽക്കാം, കരയേതും നീക്കി നിൽക്കാം. മാലാഖമാർ പാടുന്നു, ഹല്ലേലൂയ പാടുന്നു. മാലോകരേവരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു. മാലാഖമാർ പാടുന്നു, ഹല്ലേലൂയ പാടുന്നു. മാലോകരേവരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, സെൻറ്റ് അൽഫോൻസ കത്തീഡ്രൽ ഇടവയെ സംബന്ധിച്ച് വലിയ കൃപാവരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാണിത്. നമ്മുടെ ഇടയിലെ 15 കുഞ്ഞുങ്ങൾ ഇന്ന് ആഘോഷമായി പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും 5 പേര് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സ്ഥൈര്യലേപനമെന്ന കൂദാശ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ആൽവിൻ ജോസഫ്, ആൻഡ്രിയ എലീസ ഡെൽബിൻ, ആൻ്റണി സിറിയക്, ബെന്നറ്റ് ഡാനി, ഡാനിയൽ ജോബിഷ്, ഡിയോൺ ജിറ്റോ, ഡിലൻ അബ്രഹാം, ഇവാന എലിസബത്ത് ജോർജ്, എവ്ലിൻ തോമസ്, ഇസബൽ ലൈജു പറമ്പി, ജോയൽ ബൈജു, റോവൻ റെക്സ് റൂബേഷ്, റയാൻ വിലാട്ട്, സാം റാഫിൽ ബിജു, തേജസ് പോൾ തോമസ്, ഇവരെല്ലാവരെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഇവരെ ഓരോരുത്തരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഏറ്റവും അധികമായി ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ സ്വന്തം പിതാവ് മാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവിനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നന്ദിയോടുകൂടെ നമുക്ക് ഈ തിരുക്കർമ്മത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമുക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകൻ തിരുമുൻപാകെ അണച്ചിടാം. A reading from the book of Ezekiel. Bless me, Lord. May God. I will take you from the nations and gather you from all the countries and bring you into your own land. I will sprinkle clean water upon you, and you shall be clean from all your uncleannesses, and from all your idols I will cleanse you,
A new heart I will give you, and a new spirit I will put within you. And I will remove from your body the heart of stone and give you the heart of flesh. I will put my spirit within you and make you follow my statutes and be careful to observe my ordinances. Then you shall live in the land that I gave to your ancestors, and you shall be my people, and I will be your God. This is the word of the Lord. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. A reading from the first letter of St. Paul to the Corinthians. Bless me, my Lord. For I received from the Lord what I also handed on to you, that the Lord Jesus on the night when he was betrayed took a loaf of bread, and when he had given thanks, he broke it and said, "This is my body that is for you. Do this in remembrance of me." In the same way, he took the cup also, after supper, saying, "This cup is the new covenant in my blood. Do this as often as you drink it, in remembrance of me. For as often as you eat this bread and drink the cup, you proclaim the Lord's death until he comes." This is the word of the Lord. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ ശരീരം നൽകുവാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നതിനായി പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. My dear little angels, how are you? Good? Are you prepared to receive Jesus Christ? Yes. Fantastic. So, on behalf of all gathered here, I would like to appreciate and congratulate you on this beautiful occasion of the first Holy Communion. And my dear friends, dear parents, friends, relatives, could you please close your eyes for a moment and just pray for these children.
Thank you, because this is the beautiful gift we can give to our children, our prayers, our prayerful support. My dear children, listen to me, because I am speaking to you. In Matthew's Gospel, we read, when people saw Jesus, they brought their children to Jesus to place his hands on them and bless and pray for them. Seeing this, the disciples got angry. The disciples said, "No, Master is so busy, do not bring children to Jesus." Then Jesus told them, "Do not block our children. Let the children come to me. Let the children come to me, because the kingdom of God belongs to them." That's a beautiful scene, the beautiful verse. Let the children come to me. Do not block them, because the kingdom of God belongs to the children. And this beautiful morning, what is going to happen? You are coming to Jesus to receive him. You are coming to receive Jesus, and Jesus is going to come to you. Okay? You are going to receive Jesus, and Jesus is going to come to you. And then the meeting place is the first Holy Communion. This is called the Holy Communion because you are going to be united with Jesus. That's why these words are very important. The Holy Communion. Communion means a perfect union. You are going to be united with Jesus Christ. Have you heard about Saint Teresa of Lisieux? Yes. Okay. She's also known as Little Flower. Okay. And when Saint Teresa of Lisieux received Jesus for the first time, she exclaimed, "Oh, this is a beautiful day in my life. Today is the most important day in my life." And she continued, "Today is the most sacred day in my life. The most holy or sacred day in my life." Because she experienced the real presence of Jesus in her, and that's why she played with Jesus, she prayed with Jesus, and she dined with Jesus, because she really experienced the loving presence of Jesus in her life after receiving the first Holy Communion. And then she said, "I and Jesus are no longer two, we are one. I and Jesus are no longer two, we are one." Could you please repeat, my dear children? I and Jesus are no longer two, we are one. Okay, that's what happens in the first Holy Communion. Okay, when Jesus comes to you, we are not two, we are one. Okay. And what happens when Jesus comes to me? Once I was asked by a child, what happens when Jesus comes to me? Then I told an unusual practice in the tribals of Africa. Once in a year, these tribal people in a village, they will gather. And their purpose of gathering is to hunt
a lion. Okay, once in a year, these people will gather in order to hunt a lion because they considered lion is the king of the animal, the most powerful animal in the forest. So they will gather because hunting a lion is a Herculean task. Sometimes they may lose their lives. Anyway, all of them will gather and will go for a hunting, and they will hunt a lion. After killing a lion, they will sit around the dead body of this lion, the carcass of the lion. Then all the children and their parents and the relatives, all those who gathered there, they will take a piece of meat of the lion and they will eat. Everyone will eat and everyone will drink a drop of blood of the lion. Why they do so? Because they believe that when they eat the meat of a lion and when they drink the blood of a lion, they will become as powerful as a lion. They will become as powerful as a lion. They will get all the strength of the lion. That's why they are doing so. Likewise, today you are going to receive Jesus Christ. You are not going to kill Jesus, but Jesus himself gives his own body and blood to you in the form of a bread and wine. And then Jesus says, take this. This is my body. And take this. This is my blood. And we are going to receive the body and blood of Jesus Christ. What happens? We believe that we become just like Jesus. We will get all the qualities of Jesus when we receive the body and blood of Jesus Christ. We get all the qualities of Jesus. That's what happens when we receive the communion, the Holy Communion. We will become like Jesus. And Jesus will be with you as a good friend to guide and to protect you. Whenever you need a help, whenever you face a difficulty, your friend Jesus will be with you to help you. That's the most wonderful day. The most wonderful day. Okay. And today I would like to give you a beautiful gift. You like it? Okay? But I don't have anything in my hands. I'm going to give a beautiful gift. There's 4 mantras. 4 mantras. It's very easy to remember. Okay? The first mantra is praise. What is that mantra? Praise. Okay, when you get up in the early morning, you have to say this mantra, this prayer. Oh Jesus, I praise you. That is the first mantra you have to say in the early morning. When you open your eyes, you can say this powerful mantra. Oh Jesus, I praise you. What is that prayer? Okay. And after that, when you go to your school, you can pray, oh Jesus, help me. Okay? The second mantra is help. Oh Jesus, help me. What is that prayer? Help me. And third mantra is, so when you do something wrong against Jesus, when you do something wrong against your friends, your teachers, and your relatives, and your parents, you can pray, oh Jesus, I'm sorry. Sorry. Okay, what is that prayer? I'm sorry. That's a powerful mantra.
And when you go to your bed during the night time, okay, the beautiful prayer, oh Jesus, I thank you. Oh Jesus, I thank you. What is that prayer? Okay, these are the 4 powerful mantra, these 4 powerful prayers. The first one is, oh Jesus, I praise you early in the morning. When you go to school, you can pray, oh Jesus, help me. And then when you do something wrong against your friend's son, Jesus, you can pray, oh Jesus, I am sorry. And finally, when you go to bed, pray, oh Jesus, I thank you. Then Jesus will be with you. Okay? The Jesus, your loving friend, will be with you if you say these 4 prayers. Being filled with the Holy Spirit and confirmed in faith, do you decide to witness to Christ? May God bless you. രൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer these gifts to these children, Father, Son, and the Holy Spirit, forever and ever. Amen. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, and title to eternal life. Sign these servants with the promised Spirit and give them the spirit of filiation that they may call you Abba, Father. Empower them, being filled with the divine Spirit through the imposition of hands, to live as a brave soldiers, bearing witness to the gospel and as a loyal servants of the church. May they be filled with your Spirit's fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, your beloved Son, and the Holy Spirit, now, always, and forever. Amen. Amen. Joseph, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. May the Christ, the light of the world, be your beacon all the way. Amen. Having been baptized, Elizabeth is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. May Christ, the light of the world, be your beacon all the way. Anthony, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen.
May Christ, the light of the world, be your beacon all the way. Amen. Elizabeth, having been baptized, is now perfected and confirmed in the name of the Father and of the Son and of the Holy Spirit. Amen. May Christ, the light of the world, be your beacon all the way. Amen. Matthew, having been baptized, is now perfected and confirmed in the name of the Father and of the Son and of the Holy Spirit. Amen. May Christ, the light of the world, be your beacon all the way. Amen. Elizabeth, having been baptized, is now perfected and confirmed in the name of the Father and of the Son and of the Holy Spirit. Amen. May Christ, the light of the world, be your beacon all the way. Amen. Joseph, having been baptized, is now perfected and confirmed in the name of the Father and of the Son and of the Holy Spirit. Amen. May Christ, the light of the world, be your beacon all the way. Amen. Raphael, having been baptized, is now perfected and confirmed in the name of the Father and of the Son and of the Holy Spirit. Amen. May Christ, the light of the world, be your beacon all the way. Amen. Amen. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that they have received, the new life they have begun, and the armor of justice they are wearing, shield them from the enemy's harm. May they be blessed to exude the divine fragrance of Christ in their life. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ.
എന്നിൽ അലിയുന്ന ദിവ്യ സ്നേഹം തൂവെള്ളമായി ദിവ്യകാരുണ്യമായി എന്നിൽ അലിയുന്ന ദിവ്യ സ്നേഹം അൾത്താര മുന്നിൽ കൈകൂപ്പി നിന്ന് ആദ്യ കുർബാനതൻ പുണ്യനേരം അൾത്താര മുന്നിൽ കൈകൂപ്പി നിന്ന് ആദ്യ കുർബാനതൻ പുണ്യനേരം യേശുവിൻ സ്നേഹം രുചിച്ച നേരം വെള്ളമായി ദിവ്യകാരുണ്യമായി എന്നിൽ അലിയുന്ന ദിവ്യ സ്നേഹം അപ്പവും വീഞ്ഞും എന്റെ നേർക്ക് നീട്ടി സ്വന്ത ജീവൻ പകുത്തു നൽകി അപ്പവും വീഞ്ഞും എന്റെ നേർക്ക് നീട്ടി സ്വന്ത ജീവൻ പകുത്തു നൽകി കുർബാനയായി അൾത്താര തന്നിൽ എനിക്കായി മുറിഞ്ഞൊരു ദിവ്യ സ്നേഹം കുർബാനയായി അൾത്താര തന്നിൽ എനിക്കായി മുറിഞ്ഞൊരു ദിവ്യ സ്നേഹം തൻ ജീവൻ ബലിയേകും നിത്യ സ്നേഹം വെള്ളമായി ദിവ്യകാരുണ്യമായി എന്നിൽ അലിയുന്ന ദിവ്യ സ്നേഹം എത്രയകന്നാലും ദൂരത്തു പോയാലും എന്നുമെൻ ചാരേ നിൽക്കുന്നവൻ എത്രയകന്നാലും ദൂരത്തു പോയാലും എന്നുമെൻ ചാരേ നിൽക്കുന്നവൻ ഇരു കൈകൾ നീട്ടി നെഞ്ചോട് ചേർത്തന്നെ എന്നും വിളിക്കുന്ന ആത്മസ്നേഹം ഇരു കൈകൾ നീട്ടി നെഞ്ചോട് ചേർത്തന്നെ എന്നും വിളിക്കുന്ന ആത്മസ്നേഹം എന്നെ മാറോട് ചേർക്കും ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ മിരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നീട
ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമൊയിർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you, Jesus, for coming to me. And I believe that you are truly present within me now. I love and adore you, Jesus, with all my heart, with all my soul, and with all my might. May I become more like you. Lord Jesus, I give you my hands to do your work, my feet to go your way, my eyes to see as you see, my tongue to speak your words, and my heart to spread your love. Bless me, dear Jesus. Grant me the grace to grow in love and virtue, and never to commit a mortal sin. Bless the Pope, all the bishops, priests, and all those dear to me, my parents, my family, friends, and teachers. Mary, my mother, pray to Jesus for me. Amen. ക്ഷാമത്തിൽ കൊണ്ടാടിയാകുവാൻ പരിശുദ്ധ ക്യാമറയ്ക്കലും ദൈവമേ, ഈ കൊണ്ടുകളെയും എനിക്കെയും ഒന്ന് ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉത്ഥാനത്തെപ്പറ്റിയും ചിന്തിച്ചുകൊണ്ട് ജീവൻ നവീകരിക്കുന്നത് ഞങ്ങൾക്ക് സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്മതിച്ചരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും
to our beloved Bishop Marjan for celebrating the solemn reception of our Holy Communion. We thank our loving Jesus for coming into our heart and uniting us with him. We thank Verghese Achin and our teachers for preparing us to receive Jesus in a worthy manner. We also thank our parents, siblings, and extended family for making this day a memorable one with their love and prayers. Thank you all for blessing us with your prayers and presence today. Please continue to pray for us. Thank you. Communion, mystic union with our love divine. The essence of presence in this bread and wine. Communion, hear the human and immortal entwine, interlacing, embracing in this bread and wine. Believing, receiving bread of life. Holy communion, blood red wine. Communion, hear the human